ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് SLC ചെയ്യിച്ചിട്ടോ എത്ര ഫുൾ എ പ്ലസ് ആണോ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ എന്താണ് വെൽക്കം ബാക്ക് ടു മൈ തണുസ് ബ്ലോഗിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി +1 അങ്ങനെ 10ാം ക്ലാസ് ഞാൻ ജയിച്ചു. എത്ര ഫുൾ എ പ്ലസ് ആണ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏതൊക്കെ ഒരു സർപ്രൈസ് ആണ്, അതൊരു വേറെ വീടായിട്ട് വരും. പക്ഷെ ഞാൻ എത്ര പറയുന്നില്ല, 10ാം ക്ലാസ് പാസ്സായി. എനിക്ക് കഴിഞ്ഞാൽ ഈ പാക്ക് വാങ്ങിട്ടോ. അത്യാവശ്യം മക്കൊക്കെ ഉണ്ട്. ഓക്കെ, തോട്ടിട്ടൊന്നുമില്ല, 10ാം ക്ലാസ്സിലാണ്. അപ്പൊ നമ്മൾ സിംഗിളാണ്. ഇപ്പൊ ടഫാണ്, നമ്മൾ കൊണ്ടോട്ടി ടഫാണ് ഗൈസ്, നമ്മൾ കൊണ്ടോട്ടി ടഫിലാണ്. പിന്നെ സിംഗിൾ ഇറങ്ങാൻ പോവാണ്. 10ാം ക്ലാസ് ജയിച്ചോണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് നമ്മള് നീന്താൻ പോവാണ്. അപ്പൊ എല്ലാവരും കണ്ടിട്ട് ഗൈസ് അല്ലാതെ കുറവുകാരനാണ് പറയുന്നത് ഗൈസ്. അവര് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബർമാരുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളെ സബ്സ്ക്രൈബർമാരെ സിംഗിളാണ്. കൺഗ്രാജുലേഷൻ ഗൈസ്. നമ്മൾ കേക്കൊക്കെ വാങ്ങി കേട്ടോ ഗൈസ്, കേക്കൊക്കെ വാങ്ങി. വാങ്ങിക്കോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ തണൂസ് വ്ലോഗ്. അപ്പൊ നമ്മളെ 10ാം ക്ലാസ് ഞാൻ ജയിച്ചിട്ടോ. 10ാം ക്ലാസ് ജയിച്ചോ നമുക്ക് യാതൊരു പേടിയില്ല. 10ാം ക്ലാസ് പൊട്ടിയോ എനിക്ക് സംശയം. അപ്പൊ നമ്മള് 10ാം ക്ലാസ് റിസൾട്ട് നോക്കാൻ പോവാണ്. ഇപ്പൊ സമയം 4 മണിയായി, വരാനായി എന്നാണ് നോക്കെന്താണ് അച്ഛാ. അപ്പൊ ഗൈസ്, പടച്ചോനെ 10ാം ക്ലാസ് പൊട്ടി. 10ാം ക്ലാസ് ഗൈസ്, ഞാൻ 10ാം കഴിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ തണൂസ് വ്ലോഗ്. അങ്ങനെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മള് 10ാം ക്ലാസ് അങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ SLCന്റെ റിസൾട്ട് എത്രയാണ്, ഫുൾ എ പ്ലസ് ഒന്നും നമുക്കൊന്നുമില്ല. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഫുൾ എ പ്ലസ് ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് 10ാം ക്ലാസ് അങ്ങനെ നമ്മളെ റിസൾട്ട് കൊണ്ട് നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് കൊണ്ടൊന്നല്ല, ഞാൻ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പൊ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പൊ ഇതിന് ഫുള്ള് വീഡിയോ ചെയ്യുന്നതാണ്, ഒരു ചെറുതായിട്ട് വന്നിരിക്കുകയാണ്. അമ്മ പറയാൻ പോവാണ്, സർക്കസ് അടിക്കാൻ പോവാണ്. യോ മണി മക്കളെ, ഗോൾ അടിച്ച് ഗൈസ്. ഗോളിച്ചില്ലേ? എല്ലാരും പാടി അപ്പൊ ഗൈസ്, നമ്മളെ 10ാം ക്ലാസ് ചേച്ചി ഗൈസ് അല്ലേ? അപ്പൊ നമ്മള് ഫുൾ എ പ്ലസ് ഒന്നുമില്ല. 10ാം ക്ലാസ് ചേച്ചി. അപ്പൊ അതിന്റെ ഒരു കേക്ക് മുറിക്കാണ്. തണൂസ് വ്ലോഗിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മുറിക്കാൻ എല്ലാവരും ഗൈസ് മുറിക്കാട്ടോ. ഫസ്റ്റ് ആക്കാനെ ചിക്കൻ അറിയില്ല കേട്ടോ. ആ ഗൈസ്, എല്ലാവരും പോകുന്നത് സൂപ്പറായി. കേക്ക് അടിപൊളിയാണ്. തണുസ് വ്ലോഗാണ് സ്പോൺസർ. തണുസ് വ്ലോഗ് ഫ്രീ ആയിട്ട് എന്നാട്ടോ കേക്ക്. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് സിനിമ കാണാൻ പോവാണ്.
SLC ആയതുകൊണ്ട് നമ്മൾ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിംബോർഡ് കഴിഞ്ഞ് വരികയാണ് കേട്ടോ. ഒരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കൺഗ്രാറ്റുലേഷൻസ് ആയിട്ട് തന്നു എന്നോട് കേക്ക് മുറിക്കാൻ. അപ്പോൾ രണ്ടാമത്തെ കേക്കാൻ മുറിക്കാൻ പോകണേ. അപ്പോൾ നമുക്ക് ഡെന്നും കിട്ടിന്. അപ്പോൾ സ്പോൺസർ നമ്മൾ തന്നാൽ കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ മുറിക്കാൻ പോകണേ. അപ്പോൾ എല്ലാവരും കൂടി പോകണോളൂ ഗൈസ്. വാ കമോൺ യാർ ടണ്ണാപ്പി എമി ഗൈസ് നമ്മളെ കമോൺ യാർ. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ തന്നു. പിന്നെ ഡെഡു തന്നെ കേട്ടോ. അടിപൊളി കുറെ കത്തുന്നു. അയ്യോ നമ്മൾ കേക്ക് മുറിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് ബസ് കിട്ടിട്ടോ. അത്യാവശ്യം നമുക്ക് ബസ് കിട്ടി. എന്താ പതച്ചോനെ ഫസ്റ്റാക്ക ബസ് ഞാൻ തന്നാ അല്ലെ ആൾക്ക് ബസ് ഉണ്ടാക്കില്ല. അല്ലെ ബസ് ഉണ്ടാവും. തരാം അത് കൊടുക്കാം. kepi mawar kamu ya ayah kau itu ina ini anda udah naga. Hello guys, welcome back to my Thanos vlog. ഇന്നെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖല്ലേ? പറയൂ പറയൂ. സുഖം. എല്ലാവർക്കും സുഖല്ലേ? എന്റെ പേരെന്താണ്? ആരിന്റെതോ? എന്റെ പേര് ഇന ഫാത്തിമ അല്ലേ? അല്ല. ഈ തന്നഹ തബുസു അല്ല. അന്റെ പേര്? തഹാനി തബുസു. അപ്പോൾ ഇന പേര് വീഡിയോ എടുക്കാൻ വേണ്ട ഇന. യെസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ എസ്എസിന്റെ ഒരു വലിയൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മള് കേക്ക് മുറിച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ കേക്കാൻ മുറിക്കാൻ അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് നമ്മളിപ്പോ കീശേരി എത്തുമ്പോഴല്ലേ എവിടെ സ്ഥലം? ഗൈസ് നമ്മൾ കീശേരിയിലാണ്. ഗൈസ് നമ്മൾ പണ്ട് ഫോൺ വെച്ച് മറന്നു പോയ സ്ഥലത്ത് നമ്മള് പണ്ട് ഞാൻ വീഡിയോ എടുത്തിനി. എന്റെ അമ്മയുടെ ഫോൺ കള്ളം ഉണ്ടായി പറഞ്ഞില്ല. ഒരു വീഡിയോ തമ്മില് ഫോൺ വെച്ച് മറന്നുപോയി. കള്ളമ്മളം ഉണ്ടായിട്ടില്ല. അന്നൊരു വീഡിയോ ചെയ്തിട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു പരിപാടി വന്നിരിക്കുകയാണ്. ഗൈസ് ഒരു പാട്ട് വരോ? പാട്ട് വേണ്ട ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് മക്കളെ നമ്മൾ കീശേരി. ഗൈസ് അപ്പൊ നമ്മളെ ദഹാണി ഇതാ നമ്മൾ ദഹാണിന്റെ പീഡിയ. അപ്പൊ നമ്മള് കീശേരി ദഹാനിന്റെ ഒരു പീഡിയ കേട്ടോ, ഒരു ചെമ്മിന്റെ പീഡിയ കേട്ടോടെ. അപ്പൊ ഗൈസ് ദഹാനിന്റെ പേര്, എന്റെ പേര് ദഹാണി അല്ലേ? തഹാനി തബൂസാണ് പേര്. ഓ തഹാനി മെറ്റൽസ് അല്ലെ? ദഹാനിന്റെ പേര് ഗൈസ് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ തഹാനി തബൂസിന്റെ പേര് ഗൈസ്? തഹാനി തബുസു തനഹ തബുസു ഗൈസ്. എന്താ പാട്ട് വേണ ഗൈസ്? ഒരു ഫോണിൽ കളിക്കണേ. അനാസാന്റെ പുതിയ പാട്ട് വന്നു. നമ്മളെ അനാസാന്റെ പുതിയ പാട്ട് തന്നെ. അനാസാന്റെ പുതിയ പാട്ട് ഏതാ? അത് പാടായോ? പാട്ട് പാടാണ്. അനാസാന്റെ പുതിയ പാട്ട് വന്നത്. എന്റെ പാട്ടിന്റെ പേര് എന്താണ്? ഇൻസാനിലെ ഒരു പുതിയ പാട്ട് ഗൈസ്. ഓക്കെ ഗൈസ് തപസ് ഒരാളെ തനഹ തപസു എന്താ പറയാ ഇതാക്കി വെക്കേണ്ടിയാണ്. നിങ്ങൾ കണ്ടില്ലേ തനഹ തപസ് ഒരാക്കണേ വീട്ടിന്റെ മുന്നിൽ കൂടെ നിക്കണേ ഗൈസ്. തനഹ തപസു ഗൈസ് ഒരു ലൈസ് തിന്നാണ് കേട്ടോ. ലൈസ് മച്ചിയാ ഓനോടുക്ക് തേനോടുക്ക്. ആ മൈക്കെടുത്ത്
കണ്ണുനോക്ക് കണ്ണുനോക്ക് കുട്ടി സൂര്യോട് അമ്മായി അമ്മയിലേക്ക് വരി വരി ആ ഹലോ ഗൈസ്, ഗൈസ് നമ്മളെ പേര് ഗൈസ് ഒരു സർപ്രൈസ് ആക്കിയില്ല കേട്ടോ. നമ്മളെ കൺഗ്രാറ്റുലേഷൻ ടൈമില്ലേ തന്നെ സ്ലോ കിട്ടിച്ചില്ല. നമ്മളെ സർപ്രൈസ് ആക്കിയിട്ട് ഗിഫ്റ്റ് ആക്കിയതാണ് ഗൈസ്. കണ്ടില്ലേ, പൈനൊക്കെ വെച്ച് അടിപൊളി ചിത്രമൊക്കെ വെച്ചു. അടിപൊളിയായില്ല ഗൈസ്, സർപ്രൈസ് ആക്കിയതാണ്. ഇങ്ങനെ സർപ്രൈസ് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കണ്ട ഗൈസ്, പിന്നെ കൊയ വീഡിയോ ഇട്ടിട്ടില്ല. കണ്ട് അടിപൊളിയല്ലേ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ തനൂസ് വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇപ്പം എല്ലാം തിരക്കിലായി പോയി. നമ്മള് ഫാമിലി ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയിന്, നീന്താൻ പോയിന്. എല്ലാവരും കൊച്ചാക്ക് ഫാമിലി ആയിട്ട് നീന്താൻ പോയി. അന്ന് ഇനി ഞാൻ 10ാം ക്ലാസ്സിന്റെ ലിസൾട്ട് നോക്കിയത്. അന്ന് ലിസൾട്ട് ഒന്ന് നോക്കിയാൽ വെച്ചാൽ ഞാൻ നമ്മളെ ഫസ്റ്റിൽ റിസൾട്ട് നോക്കി. ഫസ്റ്റിനായി ഞാൻ റിസൾട്ട് നോക്കിട്ടോ, പാസ്സായാലൊക്കെ നോക്കിയത്. അപ്പം തിരക്കിലായപ്പോൾ അന്ന് എനിക്ക് അത്ര വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഒന്ന് എത്ര വ്ളോഗ് സ്വിമ്മിംഗ് പൂളിൽ ചാടണം, അവിടെ എത്ര വ്ളോഗ് സോസ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയത് കുട്ടനാക്കിയിട്ട് വീഡിയോ ഇട്ട് ഇങ്ങനെ സ്കൈപ്പ് ആയിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ലേനു. അതെനിക്ക് അത്ര അവന് സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരു വീഡിയോ ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ക്യാമറമാനൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്യാൻ കഴിയാത്തത്. എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച റിസൾട്ട് വന്നത്. അപ്പം ശനിയാഴ്ചയായി, ഞായറാഴ്ചയായി, തിങ്കളാഴ്ചയായി, ചൊവ്വാഴ്ചയായി. പിന്നെ അങ്ങനെ അവര് വെള്ളിയാഴ്ച അവിടുന്ന് റിസൾട്ട് വന്നപ്പോൾ ഒന്ന് കേക്ക് വെച്ചില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇനി അത്രയും കേക്ക് വാങ്ങി, ലഡു വാങ്ങി. നമ്മൾ വാങ്ങിയല്ല, വേണ കുറച്ച് നാടിനോട് വാങ്ങി കേക്ക് മുറിച്ച്. നമ്മൾ ലഡു വാങ്ങി, കേക്ക് വാങ്ങി, എന്നിട്ട് അവിടുന്ന് കേക്ക് മുറിച്ച് ചെറിയൊരു പരിപാടി. പിന്നെ രാത്രി എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലൊക്കെ കേക്ക് വാങ്ങി, ഒക്കെ വാങ്ങി കേക്ക് മുറിച്ച്, രണ്ടാമത്തെ കേക്ക് മുറിച്ച്, ചെറിയൊരു കേക്ക്. അങ്ങനെ കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളെ എൻ്റെ കുമ്പക്കാരുണ്ട്, അവന് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. വീട്ടിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ ക്യാമറ ഓണാക്കി. അപ്പോൾ കയറിയപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കേക്ക്, എൻ്റെ പേര് കൺഗ്രാറ്റുലേഷൻ തനു ഇത് വെച്ച് ഒരു സർപ്രൈസ് ആയിട്ട് ഇതാക്കി. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല സർപ്രൈസ് ഉണ്ടാവുന്നു. ഞായറാഴ്ച കഴിഞ്ഞ ഒരു വീട്ടിന് മുമ്പ് കണ്ടിരുന്നു ഞായറാഴ്ചയും. അപ്പോൾ അത്ര വ്ളോഗ് ഇനി ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്ര ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടില്ല, അങ്ങനെ സംസാരിക്കുന്ന വീഡിയോ ഇത്ര ചെയ്തില്ല. കാരണം അന്ന് എനിക്ക് സംസാരിക്കാൻ കുറച്ച് മടിയാണ്, അങ്ങനെ സംസാരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ്. അപ്പം കുറച്ച് ഗിഫ്റ്റുകൾ പറ്റിനി ചോദിച്ചുകൊണ്ട് കുറച്ച് ഗിഫ്റ്റ് തന്നെ ഇതാ കണ്ടില്ലേ. ഇത് കുമ്പക്കാരൊക്കെ വന്നു, കുമ്പക്കാരെ തന്നതൊക്കെ കുമ്പക്കാർ ഗിഫ്റ്റ് തന്നെ. അത് ഒരു ബോക്സാണ് കേട്ടോ, കണ്ടില്ലേ ഗൈസ്, നല്ല ബോക്സാണ്. അതുപോലെ തന്നെ ഇത് സംഭവം ഉണ്ട്, അതൊന്ന് റെസ്റ്റോറോ ഐക്ലൈറ്റർ നമ്മളെ മസി കൊണ്ട് ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ ഇങ്ങനെ കാണാൻ വേണ്ടി എന്തോ സാധനം തോന്നി, എന്തോ കാണിക്കാനില്ല. പിന്നെ അതെന്താ പറയുക, 2 പേന, അടിപൊളി നല്ല പേനാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ പേഴ്സ് കഴിയുന്നുണ്ടോ, പേഴ്സിന്റെ സർപ്രൈസ് ഉണ്ട്. പേഴ്സ് കണ്ടില്ലേ, അടിപൊളി പേഴ്സാണ്. ഫ്ലൈറ്റ് പേഴ്സിന്റെ പേര്.
നല്ല പൈസ എത്താം. വിനു സമ്മാനം ഞാൻ കാണിക്കുന്നില്ല. ടീഷർട്ട് ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ എത്തി പിന്നെ വീഡിയോ കാണിച്ചിരുന്നില്ല. അതാണ് 2 കുപ്പായം എൻ്റെ ആപ്പന്മാർ വാങ്ങിയതാണ്. ഇത് എൻ്റെ കുടുംബക്കാർ വാങ്ങിയിട്ടോ. കുറച്ച് ഗിഫ്റ്റാണ്. പിന്നെ ഫിറ്റ് ഉണ്ട് കുറച്ച് അത്രയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാൻ. ഇന്നത്തെ വീഡിയോ അത്ര ഒരു വെറൈറ്റി വീഡിയോ പറയാൻ പറ്റില്ല. സത്യം പറയുകയാണെങ്കിൽ എന്താ പറയാ, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയമില്ലാത്തതാണ്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ചിലപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ ഇന്ന് അപ്ലോഡ് ചോദിച്ചപ്പോൾ നാളെ ചോദിച്ചപ്പോൾ പറ്റില്ല. സമയം കുറവാണല്ലേ. ഞാനിപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാൻ അതുകൊണ്ട് ഫോളോക്കിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി ഫോട്ടോ എഡിറ്റിങ് അതുപോലെ കമ്പ്യൂട്ടർ കുറച്ച് പഠിക്കാം. കമ്പ്യൂട്ടറൊക്കെ അത്രയൊന്നും അറിയില്ല. നാളെ ഫോണിലൊക്കെയാണ് ഇത് ചെയ്യല്. ഈ കമ്പ്യൂട്ടർ കുറച്ച് അറിയാത്തുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറും കൂടി ശരിയാക്കിയാൽ ഒന്ന് കമ്പ്യൂട്ടർ പഠിക്കണം ഫോളോക്കിൽ. അപ്പം ഇതൊക്കെയാണ് സമയത്ത്. ഉച്ച കഴിഞ്ഞാൽ പോകണം. അത് വൈകുന്നേരം 5 മണി വരെ 4:30 വരെയൊക്കെ ഉണ്ടാവും. അപ്പം എനിക്ക് വീഡിയോ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. എല്ലാം ഒത്തിരി പീരിയഡ് വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഏറ്റവും ലക്ഷ്യം. അപ്പം അത്തിയൊരു കാണാം. അതുപോലെ തന്നെ ഇന്നത്തെ വ്ളോഗ് ഒരു വെറൈറ്റി വ്ളോഗ് ആണോ എനിക്കൊന്നും അറിയില്ല. അത്ര കണ്ടതൊന്നുമില്ല. അപ്പോൾ ഒരു SLC-കാരൻ്റെ അവസ്ഥ, ഒരു SLC-കാരൻ്റെ അവസ്ഥ ഓക്കെ. ഒരു SLC-കാരൻ എന്നാണ് തപ്പനയിൽ അല്ലേ. അപ്പം മറ്റു വീഡിയോ ഒരു കിറ്റക്കാച്ച വീഡിയോ ഒരു ബ്ലോഗ് അങ്ങനെ പറ ബ്ലാങ്ക് വീഡിയോ അതുപോലെ സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങനെ ഒരുപാട് കണ്ടന്റ് വീഡിയോ വരും. ഇതാണ് ഇൻസ്റ്റാള്ള നമുക്ക് വരെ നോക്കണം. ഒരു സ്കില്ല് വേണം. അതായത് ഒരു ഇന്നേഴ്സി ഉണ്ടെങ്കിൽ, അതായത് ഇന്നേഴ്സി പറഞ്ഞാൽ ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല വ്ലോഗ് ചെയ്യാൻ കഴിയും. ഇൻസ്റ്റാൾ നിങ്ങളെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ലക്ഷ്യം. അപ്പം ഇൻസ്റ്റാളിൽ നമ്മളെ ഈ ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി നിങ്ങൾക്ക് അറിയാം? 4 വർഷമായി. 4 വർഷം 1 മാസമായി. ഞാൻ ഒരു മാസമാണ് ഇല്ല. കഴിഞ്ഞ ഏപ്രിൽ 3-നായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ട്. അതായത് ചാനൽ അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കി വെച്ചാണ്. ഏപ്രിൽ 3-നാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതായത് 2021 ഏപ്രിൽ 3-നാണ് വീഡിയോ ചെയ്തത്. അത്ര ഓർമ്മ ഉണ്ട്. കാരണം വെച്ചാൽ വീഡിയോ ചെയ്ത ഡേറ്റ് ഒക്കെ യൂട്യൂബിൽ എഴുതി വെച്ചിന് അപ്ലോഡ്. അപ്പം നോക്കി ഏപ്രിൽ 3-നാട്ടോ. അതായത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് 4 കൊല്ലം ഒരു 1.5 മാസം കഴിഞ്ഞു. എത്ര പെട്ടെന്നല്ലേ സമയം കൊണ്ട് നോക്കി. സമയം പോകുന്ന ഒരു വഴിയില്ല. രാവിലെ ആയാൽ പിന്നെ വൈകുന്നേരം ഒരു പണിയില്ല. ഉച്ചയായി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി 1 ദിവസം പോയി. 1 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയായി, പിന്നെ 1 മാസമായി. സമയം പോകുന്നൊരു സമയം പോകണ്ടേ, പണിന്റെ കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് ഗിഫ്റ്റിന്. പിന്നെ ഒരുപാട് ഗിഫ്റ്റിന് ടീഷർട്ട് കുപ്പായങ്ങൾ ഗിഫ്റ്റ് ഇട്ടിന്. പിന്നെ സക്കാട്ട് വിറ്റിന് ചെറിയ പൈസ, അത്ര പൈസ ഒന്നല്ല, ചെറിയ പൈസ വിറ്റിന്. ചെറിയ കുംഭകന്റെ മമ്മാര് ചെറിയ കുംഭക്കാര് തന്നാണ്. അത്ര പരിപാടി ഒന്നും ഇനി ഏറ്റവും പരിപാടി വന്നാൽ കുംഭക്കാർ സർപ്രൈസ് ആക്കി ഗിഫ്റ്റ് ആക്കി. അതാവുന്ന അതിന് ചെറിയൊരു പരിപാടി ഇല്ല. ഞാൻ എത്ര വിചാരിച്ചില്ല അങ്ങനെ സെറ്റപ്പ് ഉണ്ടാവണം. ഇൻഷല്ല അത്തിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അത്തിയൊരു ടിക്കറ്റ് കാച്ച വീഡിയോ എന്ന് പറയാം. ഇൻഷല്ല നിങ്ങളെ സപ്പോർട്ടാണ്. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ടാണ് വെച്ചാൽ വീഡിയോയിൽ 1000 വ്യൂസ് 10,000 വ്യൂസൊക്കെ വേണ്ടി, 1,00,000 വ്യൂസൊക്കെ വേണ്ടി. അപ്പം നിങ്ങൾ ന്യൂസ് ഉണ്ടായിട്ട് ലൈക്കൊക്കെ കുറവ്, 1 ലൈക്കോ 10 ലൈക്കോ 20 ലൈക്കൊക്കെ ഉള്ളൂ. 200 ലൈക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ലൈക്കായി കൂടുതൽ വേണ്ടത്. ന്യൂസ് ഉണ്ടായിട്ട് കാര്യം ലൈക്കും കമൻറ്റാണ് വേണ്ടത്. അപ്പോൾ കമൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. കമൻറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, കമൻറ്റ് ഉണ്ടെങ്കിൽ ആളെ ഇന്നൊക്കെ കാണണേ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുന്നത് അറിയില്ല. അപ്പോൾ നിങ്ങളെ എന്തൊക്കെയാണ് പറയേണ്ടത്, അതൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്നൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ സാറാണ് ഇങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് സെൽഫി ഇങ്ങനെയൊക്കെ ഞാൻ ഫോൺ പിടിച്ചത് വീഡിയോ ഒക്കെ. അപ്പം ക്യാമറ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ക്യാമറ കാണില്ല, അതുകൊണ്ട് ഇങ്ങനെ ആക്കട്ടെ. സെൽഫിറ്റൊക്കെ ചെറിയ കുഴപ്പമില്ല, അതുകൊണ്ട് വീഡിയോ കട്ടെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ വെക്കുമ്പോൾ ക്യാമറ നന്നായിട്ട് കാണുകയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നോട്ട് വീഡിയോ സംസാരിക്കാൻ ഇങ്ങനെ അടിപൊളി അല്ലേ. അപ്പം അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇന്ന് സംസാരിക്കലോ അതാണെങ്കിൽ ഇങ്ങനെ ആക്കി കുറച്ച് കൈ വേനക്കും. അതാണ് ഇങ്ങനെ ചെയ്യാത്തത്. അങ്ങനെ ആക്കുമ്പോൾ പക്ഷേ മുഖം ഒന്നും കാണില്ല. അതാണ് വീഡിയോ ചെയ്തത്. കാണാൻ കഴിയും പക്ഷേ ക്ലാരിറ്റി കുറവാ. ഓക്കെ, വെളിച്ചം കുറവാ. ഓക്കെ, അപ്പം സമയം എത്രയെന്ന് വെച്ചാൽ രാവിലെ 8 മണിയായി. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീഡിയോ എത്തുക. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യലുണ്ടാവില്ല. ചിലപ്പോൾ നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യുക, ചിലപ്പോൾ മറ്റന്നാളാവാം, ബുധനാഴ്ച വ്യാഴാഴ്ച ആവാം. എന്തായാലും എന്നായിക്കോട്ടെ. അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും
വീഡിയോ സബ്സ്ക്രൈബ് ഇൻസല്ല ഏതായാലും 2K സബ്സ്ക്രൈബ് ആയല്ലോ 3K ആവണായി 2008 2000 തുറക്കായി കഴിഞ്ഞ് ഇൻസല്ല 2 മില്യൺ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ ആവണം വേണ്ടിയിട്ടാണ് ഇൻസല്ല ആ ഒരു കണ്ടന്റ് കിട്ടണം ഒരു കണ്ടന്റ് വയറായി പിന്നെ സോസിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് വീഡിയോയിൽ യൂസ് കൂടിയാൽ വാച്ച് ടൈം ആവും സോസിൽ യൂസ് കൂടാൻ ഇതൊക്കെ ആവണം 1 മില്യൺ 2 മില്യൺ സോസിന് 1000 5000 പേര് കാണും എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോയുടെ 100 അപ്പം ഷോർട്സിന് 10,000 ദിവസം പേര് കണ്ടാൽ പിന്നെ അത്രയായി വാച്ച് ടൈം ഫുൾ കംപ്ലീറ്റ് ആയില്ലേ വാച്ച് ടൈം ഫുൾ കംപ്ലീറ്റ് ആയി ആവാനായിട്ടോ 4000 മണിക്കൂർ ആവണായി ഇപ്പം എത്രയായി 2000 മണിക്കൂറായി അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി സബ്സ്ക്രൈബേഴ്സ് ഫുൾ കംപ്ലീറ്റ് ആയ അതുകൊണ്ട് തന്നെ വാച്ച് ടൈമാണ് വാച്ച് ടൈം നിങ്ങൾക്ക് അറിയാലോ യൂട്യൂബേഴ്സിനൊക്കെ അറിയാം വാച്ച് ടൈം എന്തായാലും 4000 മണിക്കൂറായാലേ വരുമാനം ആവുള്ളൂ മോണിറ്റൈസേഷൻ ആവുള്ളൂ കേട്ടോ അതൊക്കെയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര ആയാലും അപ്പോൾ നിങ്ങൾ 5 വർഷമായിട്ടും 1000 സബ്സ്ക്രൈബേഴ്സ് ആവാതെ എത്ര പേരെന്ന് അറിയാം ആവാത്തവരുണ്ട് കൊച്ചങ്ങ ആവും ഇൻഷാല്ല എൻ്റെ അടുത്ത് എത്ര ആയല്ലോ 2000 എത്ര ആയി അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണ്ടേ കൂടുതൽ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിക്കുകയാണ് അത്തിവീഡിയോയിട്ട് ഞാൻ കാണാം ബൈ ബൈ തന്നൂസ് വ്ലോഗിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും അപ്പോൾ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സി യു ആൻഡ് തനൂസ് വ്ലോഗ് ആൻഡ് വൈരങ്ങാടി തൻവീർ ആഷിഖ് and Tanu's vlog and subscribe Facebook follow and Instagram follow our Instagram follow Tanu's vlog ആണ് തൻവീർ ആഷിഖ് PU എന്നല്ല നമ്മൾ Tanu's vlog ആണ് ചില അക്കൗണ്ടിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടൊക്കെ പോയിരുന്നു കേട്ടോ പ്രൊഫൈൽ ഉണ്ട് പക്ഷേ ഫോളോവേഴ്സ് കുറവാണ് അതിൽ ഞാൻ ഉപയോഗിക്കാതെ ഫോളോ ആണ് തനൂസ് വ്ലോഗ് എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതിൽ 3 ആൾക്കാരെ ഫോളോ ചെയ്തിന് ആരാണ് ഞാൻ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം അത് ഫോളോ ചെയ്താണ്ടി ചിലപ്പോൾ അത്താഴ്ച വീഡിയോ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യും ഇൻഷാല്ലാ ഈ വീഡിയോയിൽ 1000 ലൈക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ 1000 ലൈക്ക് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഒരു അടിപൊളി ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ ഒരു കണ്ടായിട്ട് എന്നതാണ് അപ്പോൾ അടിപൊളി കാണാം തനൂസ് വ്ലോഗ് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളിയായിട്ട് കാണാം ബൈ ബൈ see you okay and Thanos vlogger and Vairangadi Tanvir Ashik and Thanos vlogger അപ്പം തീരാക്കണം ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ see you okay ബൈ ബൈ അപ്പോൾ അടിപൊളി കാണാം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈറ്റ്നാപ്പിച്ച് ചെയ്യുകയാണ് ഗൈസ് 11 മിനിറ്റ് ആയില്ല കൂടി ആയോ സാല ഗൈസ് ഈ വ്യൂണിക്ക് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് അല്ലേ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റിൻ്റെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആണ് അടിപൊളി അല്ലേ ഇത് കളമൂസിൻ്റെ അവിടെ കാണണേ അടിപൊളിയാണല്ലേ തെങ്ങ് ക്യൂനായി അടിപൊളി കഴിച്ചാണ് ഇവിടെ അപ്പോൾ ഈ പമ്പ് കഴിഞ്ഞ ഇവിടെ വീടൊന്നുമില്ല അവിടെ ഒരു വീടുണ്ട് അതുപോലെ ഈ ഇതൊക്കെയാ ഗൈസ് ഈ പമ്പ് കഴിഞ്ഞ ഒരു റോഡാണ് ഈ റോഡ് അങ്ങോട്ട് പോയ എൻ്റെ സ്കൂളെത്താം അങ്ങോട്ട് പോയാൽ അതിൻ്റെ അപ്പുറത്താണ് എൻ്റെ സ്കൂൾ എൻ്റെ പഠിച്ച സ്കൂള് ഇതൊരു പമ്പാണ് അവിടെ ആസ്പത്രി അവിടെ ഒരു ചെറിയ ആസ്പത്രി ഉണ്ട് ആ പമ്പിൻ്റെ ബാക്കിലാണ് എൻ്റെ വീട് ഗൈസ് ഏറ്റവും ബാക്കിൽ ഇവിടെ ഒന്നും വീടൊന്നുമില്ല അവിടെ ഈ പറമ്പിൻ്റെ അങ്ങോട്ട് പോയാൽ എൻ്റെ സ്കൂൾ എത്താം എൻ്റെ സ്കൂളാണ് ഞാൻ പഠിച്ച സ്കൂളിൽ കേസ് അടിപൊളിയല്ലേ തെങ്ങ് അടിപൊളിയല്ലേ കേസ് കണ്ടില്ല ഓഹോ അടിപൊളി തേങ്ങ കർമൂസ ഓഹ് അടിപൊളിയല്ലേ